നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള വാദപ്രതിവാദങ്ങൾ തീരുന്നില്ല. പ്രതിഷേധം കടുപ്പിക്കുകയാണ് LDFും UDFും. കേരളത്തോട് സമ്പൂർണ്ണ അവഗണനയെന്നാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. കേരളത്തിന്റെ പല പദ്ധതികളും പരിഗണനയിൽ ഉണ്ടെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് LDFും UDFും. പാർലമെന്റിന് മുൻപിൽ കേരള MPമാരുടെ പ്രതിഷേധം. സംസ്ഥാനത്തിന് ഒന്നുമില്ല എന്നത് നുണപ്രചാരണമെന്ന് BJP. അതിവേഗ റെയിലിനായി പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് E. ശ്രീധരൻ. കൃത്യമായ മറുപടി നൽകാതെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന് 3795 കോടി രൂപ അനുവദിച്ചെന്നും ബജറ്റിൽ വലിയ പരിഗണനയെന്നും മന്ത്രി. വ്യവസായി CJ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായി ഡയറി കുറിപ്പ്. IT ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് മുഖ്യമന്ത്രിയുടെ കത്ത്. റെയ്ഡിനിടെ തോക്കെടുത്ത് സ്വയം വെടിവെക്കാൻ ഇടയായത് ഉദ്യോഗസ്ഥരുടെ ഗുരുതര വീഴ്ചയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിൽ പിണറായി വിജയൻ. ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള കരസേനാ മുൻ മേധാവി ജനറൽ നരവനെയുടെ ഓർമ്മക്കുറിപ്പിനെ കുറിച്ചുള്ള ലേഖനം ലോക്സഭയിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. അമിത്ഷായും രാജ്നാഥ് സിംഗും തടഞ്ഞതോടെ രൂക്ഷമായ വാക്പോരും നാടകീയ രംഗങ്ങളും. പുറത്തിറങ്ങാത്ത പുസ്തകങ്ങൾ വായിക്കാനില്ലെന്ന സ്പീക്കർ. പിന്മാറില്ലെന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി വസ്തുതകളെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് MM നരവനെ. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ നിലപാട് സുതാര്യമാക്കാൻ CPM നീക്കം. കണക്ക് അവതരിപ്പിക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. നടപടി. V. കുഞ്ഞികൃഷ്ണന്റെ ആരോപണം അണികളിൽ സംശയമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ പുസ്തക പ്രകാശനം മാറ്റിവെച്ചിട്ടില്ലെന്ന് V. കുഞ്ഞികൃഷ്ണൻ. പുസ്തക പ്രകാശനത്തിന് മുൻപ് CPM കണക്ക് പുറത്തുവിടട്ടെയെന്ന് കുഞ്ഞികൃഷ്ണൻ. രാഹുൽ മാങ്കൂട്ടത്തലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്ന പരാതിയിൽ ഈ മാസം 23-ന് നിയമസഭാ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഹിയറിംഗ്. അയോഗ്യനാക്കണമെന്ന പരാതി എത്തിക്സ് കമ്മിറ്റിയല്ല സ്പീക്കറാണ് പരിശോധിക്കേണ്ടതെന്ന് പ്രതിപക്ഷം. CPM പ്രവർത്തകരായ പ്രതികൾക്ക് അനധികൃത പരോൾ അനുവദിക്കുന്നുവെന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ നിയമസഭയിൽ പരസ്പരം പോർ വിളിച്ച് ഭരണ പ്രതിപക്ഷം. KK രമയുടെ നോട്ടീസിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഭയമെന്ന് VD സതീശൻ. ചർച്ച ചെയ്യില്ലെന്നറിഞ്ഞാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ തയ്യാറാക്കിയതെന്ന് സ്പീക്കർ. തൊണ്ടിമുതൽ മോഷണക്കേസിൽ ആന്റണി രാജുവിനെതിരായ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ചു. കുറ്റക്കാരനെന്നും അയോഗ്യനാക്കിയ നടപടി തുടരുമെന്നും തിരുവനന്തപുരം സെഷൻസ് കോടതി. ശബരിമല കട്ടിളപ്പാളി കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചത് SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിനാൽ. പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ മറ്റന്നാൾ വാദം കേൾക്കും. N. വാസു വീണ്ടും റിമാൻഡിൽ. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്നറിയിച്ച പാകിസ്ഥാന് ICCയുടെ മുന്നറിയിപ്പ്. തീരുമാനം അംഗീകരിക്കില്ലെന്നും കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ICC. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല OP അധ്യാപന ബഹിഷ്കരണ സമരത്തിൽ. ആരോഗ്യ വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ. ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായാൽ ആലോചിച്ച് തുടർ നടപടികളെന്ന് KGMCTA. സ്റ്റോറി ഓഫ് ദ ഡേ. ഇരുവഴഞ്ഞിപ്പുഴയെ വീണ്ടെടുക്കാൻ ഒന്നിച്ച് നീന്തിക്കുളിച്ച്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച LDFും UDFും. പാർലമെന്റിന് മുൻപിൽ കേരള MPമാരുടെ പ്രതിഷേധം ഇന്ന് കണ്ടു. സംസ്ഥാനത്തിന് ഒന്നുമില്ല എന്നത് നുണപ്രചാരണമെന്നാണ് BJP പറയുന്നത്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റിന് മുൻപിൽ കേരള MPമാരുടെ വലിയ പ്രതിഷേധമാണ് കണ്ടത്. എയിംസ് എവിടെയെന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു MPമാരുടെ പ്രതിഷേധം. സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ കേന്ദ്ര നിലപാട് കേരള വിരുദ്ധമാണെന്ന് MPമാർ കുറ്റപ്പെടുത്തി.
കേന്ദ്ര ബജറ്റിൽ സമ്പൂർണ്ണ അവഗണനയാണ് കേരളത്തോട് കാട്ടിയതെന്നും ഇതിന് കേരളത്തിൽ നിന്നുമുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്ഥലം ഏറ്റെടുക്കാത്തതാണ് എയിംസ് കിട്ടാതിരിക്കാനുള്ള കാരണമെന്ന രാജീവ് ചന്ദ്രശേഖറുടെ മറുപടി ബാലിശമാണ്. കേന്ദ്രം പ്രഖ്യാപിക്കാത്ത പദ്ധതിക്ക് കേരള സർക്കാർ എങ്ങനെ സ്ഥലം ഏറ്റെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അബദ്ധമാണ് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സമ്പൂർണമായ അവഗണനയാണ് കേരളത്തോട് കേന്ദ്ര ബജറ്റ് കാണിച്ചിരിക്കുന്നത്. സമ്പൂർണമായ അവഗണന. പരിഹസിക്കുന്നതിന് വേണ്ടി ഒരു ആമ കോറിഡോർ കൊണ്ടുവന്നിരിക്കുകയാണ്, പരിഹസിക്കുന്നതിന് വേണ്ടി കേരളത്തെ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വികസിത കേരളം എന്ന് മുദ്രാവാക്യം മുഴക്കുകയും BJP വന്ന കേരളത്തിൽ സ്വർഗമാക്കി മാറ്റിക്കളയുമെന്നൊക്കെ പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രിമാരെയും BJP സംസ്ഥാന പ്രസിഡന്റിനെയും ഇപ്പോൾ കാണാൻ പോലുമില്ല. കേന്ദ്ര ബജറ്റിൽ ഒന്നുമില്ലെന്ന പ്രചാരണം എന്തിനു വേണ്ടിയെന്ന് ആലോചിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രം പരിഗണിക്കുന്നില്ല എന്ന പ്രചാരണം 100% നുണയാണെന്നും മുൻ കോൺഗ്രസ് സർക്കാരുകൾ എന്ത് ചെയ്തുവെന്നും മോദി സർക്കാർ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിനു വേണ്ടി എത്രയോ കാര്യങ്ങൾ ബജറ്റിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാനത്തിന് കഴിവുണ്ടോ എന്നും ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയമാണ് മറ്റുള്ളവർ നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അടുത്തൊരു 8 പേജിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്. 10 കൊല്ലം ഇവിടെ CPM ഭരിച്ചു. ഈ ഇലക്ഷൻ്റെ 60 ദിവസം മുമ്പ് CPM എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഭരിച്ചു, 10 കൊല്ലം ഇതെല്ലാം ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് കാർഡല്ല മുമ്പോട്ട് വെക്കേണ്ടത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അവഗണിക്കുന്നു, പരിഗണിക്കുന്നില്ല എന്നൊരു പ്രചരണം നടത്തുന്നു. അതിവേഗ റെയിൽ പദ്ധതിക്കായി 5 മാസം കൊണ്ട് DPR തയ്യാറാക്കാനാണ് തീരുമാനമെന്ന് E. ശ്രീധരൻ. റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ടു പോകുന്നത്. സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ അറിയിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്കായി പൊന്നാനിയിൽ E. ശ്രീധരന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്ര അവഗണന എന്ന ആരോപണങ്ങൾക്കിടയിലും അതിവേഗപാതയുടെ പ്രവർത്തനവുമായി മുന്നോട്ടു പോവുകയാണ് മെട്രോമാൻ E. ശ്രീധരൻ. ഇന്ന് രാവിലെ 9:30 പൊന്നാനിയിൽ അതിവേഗ റെയിൽവേ പാതയുടെ പ്രവർത്തനങ്ങൾക്കായി DMRCയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ശ്രീധരന്റെ പത്നി രാധാ ശ്രീധരൻ ഭദ്രദീപം കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. E. ശ്രീധരൻ DMRC ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി പദ്ധതി പ്രദേശങ്ങളിൽ 15 മുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ടു പോകുന്നതെന്നും E. ശ്രീധരൻ പറഞ്ഞു. ഞങ്ങളുടെ വലിയ ഉപദേശം അവർക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാട്ടുകാർക്കൊരു ഉപദേശം ഉണ്ടാവുകയില്ല. എന്ത് ചെയ്താലും അവർക്ക് ക്ലാശകരമായ സാധനം ചെയ്യാറ് പല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി കാണണം. അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയുള്ള ഒരു കൾച്ചർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. 1 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ DPR 6 മാസത്തിനകം തയ്യാറാക്കാനാണ് ശ്രമം. ഭൂമി ഏറ്റെടുത്താൽ 5 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് E. ശ്രീധരൻ. അമൃത ന്യൂസ്, മലപ്പുറം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ അവഗണനയെന്ന ആരോപണങ്ങളോട് പ്രതികരിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തി. റെയിൽവേ വിഹിതത്തിൽ കേരളത്തിന് വൻ വർധനമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. 3795 കോടി രൂപയാണ് ഇത്തവണ കേരളത്തിന് അനുവദിച്ചത്. UPA സർക്കാരിന്റെ കാലത്തേക്കാൾ 10 ഇരട്ടി തുകയാണിതെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. കേരളത്തിൽ നിരവധി പദ്ധതികൾ റെയിൽവേ നടത്തുന്നുണ്ടെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വിശദീകരണം. കൂടുതൽ ഉത്തരം നാളെ സംസ്ഥാനത്തിന് വേണ്ടി വിളിക്കുന്ന വാർത്താസമ്മേളനത്തിൽ പറയും. 7 അതിവേഗ ട്രെയിൻ ഇടനാഴി ഇന്ന് പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അതിന്റെ നേട്ടമുണ്ടാകും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. റെയിൽവേ വിഹിതത്തിൽ കേരളത്തിന് വൻ വർധനവാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. 3795 കോടി രൂപയാണ് ഇത്തവണ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നതെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. UPA സർക്കാരിന്റെ കാലത്തേക്കാൾ 10 ഇരട്ടി തുകയാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. From entire railway capacity of Kerala is getting significantly increased, right from Kasaragod to Shornur to Ernakulam to Kayamkulam to Trivandrum to this is a major change which is happening. This will practically double the capacity of railways in Kerala. കേരളത്തിലെ അതിവേഗ റെയിൽ പദ്ധതിയുമായി മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ടു പോകുന്നതിലും റെയിൽവേ മന്ത്രി പ്രതികരിച്ചു. ശ്രീധരന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ടെന്നും കേരളത്തിന്റെ റെയിൽ വികസനത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽവേ വരുമെന്നും അശ്വിനി വൈഷ്ണവ് ഉറപ്പു പറഞ്ഞു. Dr. Sridharan Saab had met me very recently. We had discussed in good detail
how should we take up the future of railways, and he has a very grand vision for entire country. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ റെയിൽവേ മന്ത്രി തയ്യാറായില്ല. കേരളത്തിൽ അതിവേഗ റെയിൽപാത എപ്പോൾ വരുമെന്ന ചോദ്യത്തിനും കേന്ദ്രമന്ത്രി വ്യക്തമായ ഉത്തരം നൽകിയില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. CJ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചു. കണ്ടെത്തിയ ഡയറിയിൽ നിർണായക വിവരങ്ങൾ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും അന്വേഷിക്കും. റോയിയുടെ ഡയറിയിൽ നിന്നും വ്യക്തിപരമായി എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചന SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഡയറിയിൽ കുടുംബത്തോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണം, ജീവനക്കാരെ കൂടെ നിർത്തണം, ബിസിനസ് ആരെ ഏൽപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഡയറി കുറിപ്പിൽ ഉണ്ട്. ജനുവരി 31 സഹോദരനെ വിളിച്ചത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമെന്നും സംശയമുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ നിരന്തര ഇടപെടൽ അദ്ദേഹത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നാണ് നിഗമനം. CJ റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതിനായി സംശയം ജനിപ്പിക്കുന്നതാണ് കണ്ടെത്തിയ കുറിപ്പിലെ വിവരങ്ങൾ. റോയ് മരണക്കുറിപ്പ് പോലെ രേഖപ്പെടുത്തിയ വിവരങ്ങളാണ് പുറത്തുവന്നത്. ജനുവരി 31 സഹോദരനെ വിളിച്ചത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമാണെന്നും സംശയമുണ്ട്. നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണമെന്നും ബിസിനസ് ഇനി ആര് നയിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഡയറിയിൽ കുറിച്ചിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. CJ റോയിയുടെ ആത്മഹത്യയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. റോയിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നും IT ഉദ്യോഗസ്ഥരിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കും. റോയിയുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. CJ റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയച്ചു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് കത്തയച്ചത്. റെയ്ഡിനിടെ സ്വയം വെടിവെക്കാൻ ഇടയായത് ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ചയാണെന്ന് കത്തിൽ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. റോയിയുടെ മരണത്തെ രാജ്യത്തിന്റെ നികുതി സംവിധാനത്തിനേറ്റ കളങ്കമെന്ന് വിശേഷിപ്പിക്കുകയും പരിശോധനയ്ക്കിടെ സംഭവിച്ചതായി ആരോപിക്കപ്പെടുന്ന നടപടിക്രമങ്ങളിലെ വീഴ്ചകളെക്കുറിച്ച് ആശങ്കയും മുഖ്യമന്ത്രി കത്തിൽ പ്രകടിപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ലോക്സഭയിൽ ഇന്ന് കണ്ടത് നാടകീയ രംഗങ്ങൾ. നരവനെയുടെ പുസ്തകത്തിലെ കുറിപ്പ് ലോക്സഭയിൽ കത്തിപ്പടർന്ന ദിനം. രാഹുലിന്റെ ചോദ്യങ്ങളെ ഭരണപക്ഷം തടഞ്ഞതോടെ ലോക്സഭയിൽ ബഹളമായി. മുൻ കരസേനാ മേധാവി ജനറൽ നരവനെയുടെ പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. രാഹുലിന്റെ ചോദ്യങ്ങളെ ഭരണപക്ഷം തടഞ്ഞതോടെ ലോക്സഭയിൽ ബഹളമായി. പ്രകാശിതമാകാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് രാജ്നാഥ് സിംഗും അമിത്ഷായും ചൂണ്ടിക്കാട്ടി. എന്നാൽ കാരവാൻ മാഗസിനിൽ വന്ന റിപ്പോർട്ട് പറഞ്ഞായിരുന്നു രാഹുലിന്റെ തിരിച്ചടി. പലതവണ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫാക്കിയും റൂളിംഗ് നടത്തിയും ഇതിനിടെ സ്പീക്കറും കളം നിറഞ്ഞു. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയം പറയാതെ പിന്മാറില്ലെന്ന് രാഹുൽ കടുത്ത നിലപാടെടുത്തതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാഹുൽ ഗാന്ധി വസ്തുതകളെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെയും സംസ്കാരത്തെയും BJP MP തേജസ്വി സൂര്യ ചോദ്യം ചെയ്തതോടെയാണ് സഭ പ്രക്ഷുബ്ധമായത്. ഇതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റതോടെ സഭയിൽ വാക്പോര് രൂക്ഷമായി. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് കുമാർ മുകുന്ദ് നരവനെ എഴുതിയ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. പ്രകാശിതമാകാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇടപെട്ടു. എന്നാൽ താൻ ഒരു മാഗസീനിൽ വന്ന റിപ്പോർട്ടാണ് വായിക്കുന്നതെന്ന് രാഹുൽ ആവർത്തിച്ചുവെങ്കിലും സ്പീക്കർ അതിന് അനുമതി നൽകിയില്ല. എങ്കിലും രാഹുൽ ഗാന്ധി പ്രസംഗം തുടരാൻ ശ്രമിച്ചു. नारावाने जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है, इसमें सब लिखा है. और मैं सिर्फ इसमें से 5 लाइन पढ़ना चाहता हूं जिसमें नारावाने जी ने राजनाथ सिंह के बारे में और मोदी जी के बारे में बोला है. പുസ്തകമിറക്കാൻ നരവനെ സർക്കാർ അനുവദിച്ചില്ല എന്ന് രാഹുൽ സഭയിൽ ആരോപിച്ചു. ഇതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി. ഇതോടെ രാഹുൽ ഗാന്ധിയും രാജ്നാഥ് സിംഗും അമിത്ഷായും തമ്മിലുള്ള നേർക്കുനേർ പോരിനു കൂടിയാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. नरवणे जी ने नहीं कहा, इतना बोल दे, रिकॉर्ड पर बोले कि नरवणे ने नहीं कहा है. रक्षा मंत्री जी इतना ही कह रहे हैं कि नरवणे जी की पुस्तक को आप रिफर कर रहे हो तो वो प्रकाशित हुई या नहीं हुई, वो स्पष्टता करें. नरवणे की रिपोर्ट नहीं है, नरवणे का पुस्तक नहीं है, इतना स्पष्टता करें. ആധികാരികമില്ലാത്തവ സഭയിൽ വായിക്കരുതെന്നും സഭാചട്ടം പാലിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. എന്നാൽ താൻ കയ്യിലുള്ള മാഗസിനാണ് വായിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതിനിടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്പീക്കറുടെ നടപടിയെ ചോദ്യം ചെയ്തു.
ചർച്ചയുടെ നിയമങ്ങൾ ഇതാണെങ്കിൽ നാളെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും സമാനമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കെ സി വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ പലതവണ തടസ്സപ്പെട്ടു. അതേസമയം രാഹുൽ ഗാന്ധി വസ്തുതകളെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ നിലപാട് സുതാര്യമാക്കാൻ CPM നീക്കം. വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം അണികളിൽ സംശയമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. CPMൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിനെക്കുറിച്ചും പാർട്ടി ഫണ്ട് തട്ടിയതിനെക്കുറിച്ചും മുൻ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ നടത്തിയ ആരോപണത്തിന്മേൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാൻ കണ്ണൂർ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. CPM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര കണ്ണൂർ ജില്ല കടന്നുപോയ ശേഷം പയ്യന്നൂരിലെ വിവാദ ഫണ്ട് ആരോപണത്തിൽ കണക്ക് പറയാമെന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് KK രാഗേഷ്. എന്നാൽ പുസ്തക പ്രകാശനം നടത്തുന്നതിന് തലേ ദിവസമെങ്കിലും കണക്ക് അവതരിപ്പിക്കാൻ വെല്ലുവിളിക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. കഴിയുമെങ്കിൽ പുസ്തക പ്രകാശനത്തിന് മുൻപ് ഫണ്ടിന്റെ കണക്ക് പാർട്ടി വിശദീകരിക്കണം. പുസ്തകം പ്രകാശിപ്പിച്ച ശേഷം കണക്ക് അവതരിപ്പിക്കുന്നത് എളുപ്പമാകുമെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. എന്നാൽ പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരു മാറ്റവുമില്ല. 4-ാം തീയതി വൈകുന്നേരം 4:30 മണിക്ക് ഗാന്ധി പാർക്കിൽ നേരത്തെ നിശ്ചയിച്ച നിലയിൽ തന്നെ ആ പരിപാടി നടക്കും. പാർട്ടിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കഴിയുമെങ്കിൽ എൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിന് മുമ്പ് ഈ കണക്കുകൾ ജനങ്ങളെ അറിയിക്കാൻ സന്നദ്ധമാകണം എന്നാണ്. ഇതുവരെ പാർട്ടിക്കകത്ത് പോലും സത്യസന്ധമായ ഒരു കണക്ക് വിശദീകരിക്കാൻ പാർട്ടി സന്നദ്ധമായിട്ടില്ല. വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമ്പോൾ തന്നെയാണ് വികസന മുന്നേറ്റ യാത്ര കണ്ണൂരിൽ പ്രചരണം തുടരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് അണികളിലും പൊതുജനങ്ങളിലും സംശയമുണ്ടാകുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കണക്ക് ബോധിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. കണ്ണൂരിൽ DYFI SFI പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് പ്രകോപനം സൃഷ്ടിക്കുന്നതെന്നും വിജിൽ മോഹനൻ പറഞ്ഞു. സംസ്ഥാനത്തെ മറ്റ് രക്തസാക്ഷികളുടെ ഫണ്ടിലും ക്രമക്കേട് നടന്നതായി സംശയിക്കുന്നതായും ധനരാജിന്റെ കുടുംബത്തോടൊപ്പം വാർത്താ സമ്മേളനത്തിന് CPMന് ധൈര്യമുണ്ടോ എന്നും വിജിൽ ചോദിച്ചു. ഫെബ്രുവരി 12-ാം തീയതി ഷുഹൈബിൻ്റെ 8ാം രക്തസാക്ഷിത്വ ദിനം കടന്നു വരികയാണ്. എല്ലാ വർഷവും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തുന്നത് പോലെ വിപുലമായ രക്തസാക്ഷി അനുസ്മരണ പരിപാടികളാണ് ഈ വർഷവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണ 12-ാം തീയതി കല്യാശ്ശേരി അസംബ്ലിയിലെ പഴയങ്ങാടിയിൽ യുവജന റാലിയും അനുസ്മരണ സമ്മേളനവും നടത്താൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്ന പരാതിയിൽ ഈ മാസം 23-ന് നിയമസഭാ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഹിയറിംഗ്. അയോഗ്യനാക്കണമെന്ന പരാതി എത്തിക്സ് കമ്മിറ്റിയല്ല സ്പീക്കറാണ് പരിശോധിക്കേണ്ടതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഈ സഭാ സമ്മേളനത്തിന് മുൻപ് പരാതിയിൽ തീരുമാനം ഉണ്ടാകില്ലെന്നാണ് സൂചന. നിരന്തരം ലൈംഗിക പീഡന കേസിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന പരാതി സ്പീക്കർക്ക് നൽകിയത് DK മുരളി MLA ആണ്. നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിലാണ് പരാതി എത്തിയത്. ഈ മാസം 23-ന് പരാതിക്കാരനെ നേരിട്ട് കേൾക്കാൻ ഇന്ന് ചേർന്ന എത്തിക്സ് കമ്മിറ്റി തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം കൂടി കേട്ട ശേഷമാകും തീരുമാനമെടുക്കുക. അതേസമയം ഇത്തരം വിഷയത്തിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കേണ്ടതെന്നും എത്തിക്സ് കമ്മിറ്റിക്ക് വിടുന്ന കീഴ്വഴക്കമുണ്ടാകേണ്ടതില്ല എന്നും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. എത്തിക്സ് കമ്മിറ്റിയിൽ പങ്കെടുത്ത റോജിയം ജോണാണ് ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു വിഷയം ആദ്യമായാണ് വരുന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കുന്നതിൽ നിയമ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളനത്തിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പരിഹാരമുണ്ടാകാനുള്ള സാധ്യതയുമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
CPM പ്രവർത്തകരായ പ്രതികൾക്ക് ജയിലുകളിൽ യഥേഷ്ടം പരോൾ അനുവദിക്കുന്ന നടപടിയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയില്ല. സഭയിൽ പരസ്പരം പോർ വിളിച്ച് ഭരണ പ്രതിപക്ഷം. കെ രമയുടെ നോട്ടീസിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഭയമെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. മുൻകൂട്ടി പ്ലക്കാർഡുകൾ തയ്യാറാക്കി വന്ന പ്രതിപക്ഷത്തിന് ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് താൽപ്പര്യമില്ലെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാർ സത്യാഗ്രഹ സമരം തുടരുമെന്നും എന്നാൽ സഭാ നടപടികളുമായി സഹകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം സഹകരിച്ചു. എന്നാൽ ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് പാർട്ടി പ്രതികൾക്ക് യഥേഷ്ടം പരോൾ അനുവദിക്കുന്ന വിഷയമായിരുന്നു. കെ രമയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. സർക്കാരിന് താൽപ്പര്യമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യില്ലെന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്നാണോ? പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് ചുറ്റും പ്രതിഷേധിച്ചു. സ്വർണ്ണക്കള്ളന്മാർ എന്ന് പ്രതിപക്ഷ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഗർഭചിത്രവീരന്മാർ പുറത്തേക്ക് പോകൂ എന്ന് ഭരണപക്ഷ നിരയിൽ നിന്ന് KT ജലീൽ വിളിച്ചു പറഞ്ഞു. ശ്രീ TJ വിനോദ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ KN ഉണ്ണികൃഷ്ണൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. പ്രതിപക്ഷ ബഹളത്തിനിടയിലും സഭാ നടപടികൾ തുടർന്നു. തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. നിയമം കാറ്റിൽ പറത്തിയാണ് കൊടും ക്രിമിനലുകൾക്ക് പരോൾ അനുവദിക്കുന്നതെന്നും ഇതിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം കേന്ദ്ര ബജറ്റിനെതിരായ വിമർശനം സഭയിൽ ഉന്നയിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചതെന്ന് മന്ത്രി MB രാജേഷ് ആരോപിച്ചു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് ബജറ്റിന്മേലുള്ള ചർച്ച സഭയിൽ നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു വിഷയവും ഉന്നയിക്കാൻ ഇല്ലാത്തതുകൊണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കൊക്കെ പരോൾ കിട്ടുന്നുവെന്ന് നോക്കിയല്ല സർക്കാരിന്റെ പ്രവർത്തനമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് LDF ജാഥ മറുപടി പറയേണ്ടതില്ലെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി. സഭയിൽ നടക്കുകയാണ്. അവർക്ക് വേറെ ഒന്നും പ്രതിഷേധിക്കാൻ ചെയ്തതുകൊണ്ടാണ്. അവർക്ക് വേറൊന്നും കേരളത്തെ പറ്റി പറയാൻ പറ്റില്ല, കേരളത്തിന്റെ വികസനത്തെ പറ്റി പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പറ്റി പറയാൻ പറ്റില്ല, ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള കേരള അവഗണനയെ പറ്റി പറയാൻ പറ്റില്ല. ഒന്നും വരാതിരിക്കാൻ പറ്റും. അതിനൊക്കെ ജാമ്യം കിട്ടിയ അല്ലെങ്കിൽ മറ്റെന്താ അങ്ങനെ പറഞ്ഞേ. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിക്ക് വീണ്ടും പരോൾ. 10ാം പ്രതി രഞ്ജിത്തിനാണ് പരോൾ അനുവദിച്ചത്. 2 മാസം മുൻപ് രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു. നിലവിൽ കേസിലെ പ്രതികളായ പീതാംബരൻ, ജിജിൻ എന്നിവർ പരോളിലാണ്. ആന്റണി രാജുവിനെതിരായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു. അയോഗ്യനാക്കിയ നടപടി തുടരും. വിധിക്കെതിരെ ആന്റണി രാജു സമർപ്പിച്ച അപ്പീൽ ഫയലിൽ സ്വീകരിച്ച് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഉത്തരവിട്ടത്. അപ്പീലിന്മേൽ ഈ മാസം 6-ന് വാദം തുടങ്ങും. ജനുവരി 3-നാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ആന്റണി രാജുവിനും കോടതി ജീവനക്കാരനായിരുന്ന ജോസിനും ശിക്ഷ വിധിച്ചത്. ജനുവരി 3-നാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുൻ മന്ത്രി ആന്റണി രാജുവിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചത്. ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അപ്പീലാണ് കോടതി പരിഗണിച്ചത്. ആന്റണി രാജു സമർപ്പിച്ച അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി. പ്രതി കുറ്റക്കാരനാണെന്ന കീഴ്ക്കോടതി വിധി നിലനിൽക്കുമെന്നും കോടതി അറിയിച്ചു. ഒപ്പം ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയതും തുടരും. കേസിൽ വിശദമായ വാദം കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 6-ന് തീരുമാനമെടുക്കും. തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി പ്രതിക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്ന കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. കേസിൽ 2ാം പ്രതിയാണ് ആന്റണി രാജു. 1ാം പ്രതിയും കോടതി ജീവനക്കാരനുമായിരുന്ന ജോസിനും 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ശിക്ഷ 7 വർഷത്തിൽ താഴെയായതുകൊണ്ട് അപ്പീലിൽ വിധി വരുന്നതുവരെ പ്രതികൾക്ക് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം നേടി പുറത്തിറങ്ങുന്നവരുടെ എണ്ണം 3 ആയി.
കട്ടിളപ്പാളി, ദ്വാരപാലകപ്പാളി കേസുകളിൽ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായതോടെയാണ് ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന് സ്വാഭാവിക ജാമ്യം കോടതി അനുവദിച്ചത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ സുധീഷിനും പങ്കുണ്ടെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു SIT സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ 2 കേസുകളിലും അറസ്റ്റിലായി റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് കാട്ടിയാണ് സുധീഷ് കുമാർ ജാമ്യഹർജി സമർപ്പിച്ചത്. SIT കുറ്റപത്രം സമർപ്പിക്കാഞ്ഞതോടെ കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. കുറ്റപത്രം നൽകുന്നതിൽ SIT വീഴ്ച വരുത്തിയതോടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബുവും S ശ്രീകുമാറും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. സുധീഷ് കുമാറിന് കൂടി ജാമ്യം ലഭിച്ചതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം നേടി പുറത്തിറങ്ങുന്നവരുടെ എണ്ണം 3 ആയി. കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പോറ്റിയും സ്വാഭാവിക ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. നേരത്തെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങും. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ ഹൈക്കോടതിയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ N വാസുവിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്ന ED ആദ്യഘട്ടത്തിൽ 5 പേർക്കാണ് സമൻസ് അയച്ചത്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ളവർക്കാണ് സമൻസ്. ജാമ്യ വ്യവസ്ഥയനുസരിച്ച് SITക്ക് മുൻപിൽ ഹാജരാകേണ്ടിയിരുന്നതിനാൽ മുരാരി ബാബു ഇന്ന് ഹാജരായില്ല. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ED അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രതികളുടെയും സംശയനിഴലിലുള്ളവരുടെയും വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തിയതിനു പിന്നാലെയാണ് ചോദ്യം ചെയ്യലുകൾ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, S ശ്രീകുമാർ തുടങ്ങി 5 പേർക്കാണ് ആദ്യഘട്ടത്തിൽ സമൻസ് അയച്ചത്. മുരാരി ബാബുവിനോട് ഇന്ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ജാമ്യവ്യവസ്ഥ അനുസരിച്ച് SITക്ക് മുന്നിൽ ഹാജരാകേണ്ടതിനാൽ മുരാരി ബാബു ഇന്ന് EDക്ക് മുന്നിൽ ഹാജരായില്ല. മുരാരി ബാബുവിനായി മറ്റൊരു ദിവസത്തേക്ക് ED വീണ്ടും നോട്ടീസ് അയക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ED വിളിപ്പിച്ചിട്ടുണ്ട്. SIT കേസിൽ പ്രതികളായതിൽ നിലവിൽ അറസ്റ്റിലാകാത്തവർ, ജാമ്യത്തിലുള്ളവർ, പ്രധാന സാക്ഷികൾ എന്നിവർക്കാണ് സമൻസ് ലഭിച്ചിട്ടുള്ളത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലും ED അന്വേഷണത്തിൽ നിർണായകമാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ തുടരുകയാണ്. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി ED കസ്റ്റഡി അപേക്ഷ നൽകും. അമൃത ന്യൂസ്, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. 2020 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ കടുത്ത നടപടിക്ക്. മതിയായ കാരണങ്ങളില്ലാതെ മത്സരം ബഹിഷ്കരിച്ച പാകിസ്ഥാനെ ലോക ക്രിക്കറ്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതടക്കം ആലോചനയിലുണ്ട്. നാളെയോ മറ്റന്നാളോ ICC ബോർഡ് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട്. കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ഔദ്യോഗിക വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണെന്നും ICC വ്യക്തമാക്കി. ഈ മാസം 15-നാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഗ്രൂപ്പ് A മത്സരത്തിൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ചാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തിവരുന്ന പ്രതിഷേധം ശക്തമാകുന്നു. കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും ആരംഭിച്ചു. 1 വർഷത്തിലേറെയായി തുടരുന്ന സമരപരിപാടികളുടെ അടുത്ത ഘട്ടമായാണ് തീരുമാനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തിവരുന്ന പ്രതിഷേധം ശക്തമായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. 1 വർഷത്തിലേറെയായി തുടരുന്ന സമരപരിപാടികളുടെ അടുത്ത ഘട്ടമായാണ് OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രിയുമായി പലതവണ ചർച്ച നടത്തിയിരുന്നെങ്കിലും പരിഹാരമുണ്ടാകാത്തതോടെയാണ് സമരം കടുപ്പിക്കാൻ KGM-CTA തീരുമാനിച്ചത്. ഫെബ്രുവരി 9 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ഫെബ്രുവരി 11 മുതൽ സർവകലാശാല പരീക്ഷാ സംബന്ധിയായ ജോലികളും ബഹിഷ്കരിക്കും. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, പോസ്റ്റ്മോർട്ടം, അടിയന്തര ശസ്ത്രക്രിയകൾ എന്നിവയെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി തസ്തികകൾ വർദ്ധിപ്പിക്കുക, പ്രവേശന തസ്തികയിലെ ശമ്പള അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ബേപ്പൂർ പിടിക്കാൻ PV അൻവർ. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവർ UDF സ്ഥാനാർത്ഥി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ബേപ്പൂരിൽ അൻവർ ജയിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ആഴ്ചകൾക്ക് മുൻപേ ബേപ്പൂരിൽ കളം നിറഞ്ഞ PV അൻവർ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. പിണറായിയുടെ വർഗീയ നിലപാടുകളും തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് PV അൻവർ അമൃത ന്യൂസിനോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയാകുമെന്ന് മുന്നേ തന്നെ കണക്കുകൂട്ടിയാണ് PV അൻവർ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെ ബേപ്പൂരിൽ പ്രചാരണം ആരംഭിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കളെയും നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ച അൻവർ ഒറ്റയ്ക്ക് മുന്നോട്ടുപോയി. PV അൻവർ ബേപ്പൂരിൽ പ്രചാരണം സജീവമാക്കിയപ്പോഴും കൂടെയൊന്നും കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി ചിത്രം മാറും. കാരണം ആദ്യ സ്ഥാനാർത്ഥി PV അൻവറാണെന്ന് സണ്ണി ജോസഫ് തന്നെ ഉത്തരം നൽകി. KPCC അധ്യക്ഷന്റെ പ്രസ്താവനയിൽ സന്തോഷമുണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വരട്ടെ എന്നാണ് PV അൻവറിന്റെ മറുപടി. നിങ്ങളാണ് സ്ഥാനാർത്ഥി എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഔദ്യോഗികമായിട്ട് എന്താ പറയുക UDF ലീഡർഷിപ്പ് പറയായിരിക്കും. KPCC പ്രസിഡന്റ് അത് പറഞ്ഞു എന്ന് കേട്ടതിൽ, ഞാനത് കേട്ടില്ല, കേട്ടതിൽ സന്തോഷമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്കും മന്ത്രി PA മുഹമ്മദ് റിയാസിനുമെതിരെയുള്ള വിമർശനങ്ങൾ അൻവർ വീണ്ടും കടുപ്പിക്കുകയാണ്. പിണറായിസത്തിൻ്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന എന്താ പറയുക വർഗീയമായ നിലപാടുകൾ, ഈ രാജ്യത്തെ വികസനമില്ലായ്മ, ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സർക്കാർ ഫീസുകൾ ഡെയിലി വർദ്ധിപ്പിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക മുഖ്യ വിഷയമാകും. ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയാണ് ബേപ്പൂർ. 28,000-ലധികം വോട്ടിന്റെ കണക്കൊന്നുമല്ല. ലക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ അട്ടിമറിച്ച ചരിത്രമാണ് PV അൻവർ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഓർമ്മിപ്പിക്കുന്നത്. വികസന സംവാദത്തിനും PV അൻവർ വെല്ലുവിളിക്കുന്നുണ്ട്. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമെന്ന ചിത്രവുമായി PV അൻവർ ബേപ്പൂരിൽ കളം നിറയുമ്പോൾ ഇടതുകോട്ടയിൽ നേരിയ വിള്ളൽ പോലും ഉണ്ടാകാതെ നോക്കേണ്ടത് CPMന്റെ ചുമതലയാകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായി മാറുകയാണ് PV അൻവറിന്റെ രംഗപ്രവേശത്തോടെ ബേപ്പൂർ നിയമസഭാ മണ്ഡലം. വർഷ ഗിരീഷിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ ആവശ്യപ്പെട്ട് UDF അസോസിയേറ്റ് ഘടകകക്ഷിയായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി മാനന്തവാടി, ബാലുശ്ശേരി മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അനുകൂലമായ മറുപടിയാണ് UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും JRP സംസ്ഥാന പ്രസിഡന്റ് CK ജാനു കോഴിക്കോട് പറഞ്ഞു. ഇപ്പോൾ UDFന്റെ മുന്നണിക്കകത്ത് ഞങ്ങളും കൂടെ ഉണ്ട്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നമ്മൾ അവരോട് 2 സീറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് മാനന്തവാടി നിയോജക മണ്ഡലവും 2 ബാലുശ്ശേരി മണ്ഡലവുമാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായവും ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിനെതിരെ ഡിജിറ്റൽ ക്യാമ്പയിൻ ശക്തമാക്കി UDF. കടക്കുപുറത്ത് ക്യാമ്പയിന്റെ ഭാഗമായി കുറ്റപത്രവും വെബ്സൈറ്റും പുറത്തിറക്കി. ജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാനുള്ള സംവിധാനവും ഇതിനോടൊപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ താഴെയിറക്കാനുള്ള വിപുലമായ പ്രചാരണമാണ് UDF നടത്തുന്നത്. കടക്കുപുറത്ത് എന്ന പേരിലെ ഡിജിറ്റൽ ക്യാമ്പയിൻ കൂടുതൽ ശക്തമാക്കുകയാണ്. വിവിധ മേഖലകളിലെ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന കുറ്റപത്രവും ഇതോടൊപ്പം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുന്ന രീതിയിലാണ് വെബ്സൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾക്കൊള്ളിച്ച QR കോഡ് സ്കാൻ ചെയ്തോ കടക്കുപുറത്ത്.com എന്ന് നേരിട്ട് ടൈപ്പ് ചെയ്തോ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാനാകും. PR ഭരണം മുതൽ അമ്പലമോഷണം വരെയുള്ള കുറ്റപത്രമുണ്ട്. യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ, കാർഷിക പ്രതിസന്ധി, അമ്പലക്കൊള്ള, ലഹരി ഉപയോഗം, വന്യജീവി ആക്രമണങ്ങൾ, മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളാണ് കുറ്റപത്രത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ജനങ്ങളുടെ പരാതികൾ ശേഖരിക്കുന്നതിനുള്ള വെബ്സൈറ്റും ആരംഭിക്കുന്നു. പാട്ടുകൾ, വീഡിയോകൾ എന്നിവ ഉൾപ്പെടുന്ന സോഷ്യൽ മീഡിയ ഉള്ളടക്കങ്ങളും പുറത്തിറക്കും. എന്നാൽ ഇതിനെ മറികടക്കാൻ ഭരണപക്ഷത്തു നിന്ന് മറ്റൊരു ഡിജിറ്റൽ ക്യാമ്പയിൻ ഉണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP സംസ്ഥാന വക്താവായി റെജി ലൂക്കോസിനെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിയമിച്ചു. BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റായി ശ്രീവിദ്യ രാജേഷിനെയും പ്രഖ്യാപിച്ചു. VN സുരേഷ്, ശശി ചാലക്കൽ, സുമേഷ് മൂന്നാർ എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. ജില്ലാ പ്രസിഡന്റായിരുന്ന PP സാനുവിനെ BJP സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്.